ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ജോലിക്ക് കയറുന്നതിന് മുന്നേ എനിക്ക് ഒരു ഓഫീസ് എൻവയോൺമെൻറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം വിളിക്കാറുള്ള കോൾ സെൻറ്റേഴ്സിൽ ആൾക്കാരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഡൗട്ട്സ് എപ്പോഴും ഉണ്ടായിരുന്നു. നിങ്ങൾക്കും അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിലൂടെ അതെല്ലാം മാറിക്കിട്ടും. ഈ വീഡിയോ എൻ്റെ പഴയ ഓഫീസിൻ്റെയാണ്, അതുകൊണ്ട് കുറേ മുന്നേ തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന വീഡിയോ ആണിത്. എൻ്റെ ഓഫീസ് സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പം ലിഫ്റ്റാണ് ഞാൻ സ്ഥിരം യൂസ് ചെയ്യാറ്. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് എൻ്റെ ഓഫീസ് റൂമിലേക്കാണ്. അത് പല പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ 2 സെപ്പറേറ്റ് ക്യാബിൻസ് കൂടെ ഉണ്ട്. അവിടെയായിരുന്നു എൻ്റെ റിപ്പോർട്ടിംഗ് മാനേജർ ഇരിക്കുന്നത്. ഞങ്ങൾ 3 പേരാണ് സ്ഥിരം നേരത്തെ ഓഫീസിൽ എത്താറ്. അതുകൊണ്ടാണ് ഓഫീസ് ഇപ്പോൾ കാലിയായിട്ട് കിടക്കുന്നത്. ഇതാണ് എൻ്റെ സിസ്റ്റം. ആൻഡ് സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ എൻ്റെ പേര് സ്ക്രീനിൽ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് എനിക്കുണ്ടാവാറ്. അപ്പോൾ സിസ്റ്റം ഓൺ ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ സോഫ്റ്റ്വെയറിൽ ലോഗിൻ ചെയ്യും. എന്നിട്ട് അന്നത്തെ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓവറോൾ അനലൈസ് ചെയ്യും. ഞങ്ങളുടെ ജോലി ശരിക്കും കോൾ സെൻറ്ററും ബാക്ക് എൻഡ് ജോബ്സിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ കോൾ സെൻറ്റർ പോലെ ഞങ്ങൾ ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ്ങിൻ്റെ കൂടെ തന്നെ ബാക്ക് എൻഡ് ജോബ്സിൽ ചെയ്യുന്ന പോലെ മെയിൽസും കംപ്ലയിൻറ്റ് ലോഗിനും ഒക്കെ ചെയ്യാറുണ്ട്. നേരത്തെ വരുന്നത് കാരണം നമുക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാനും ഒരുപാട് സമയം കിട്ടാറുണ്ട്. അപ്പം ഞാൻ ഇവിടെ എൻ്റെ ലോഗിൻ ചെയ്തതിന് ശേഷം മെയിൽസൊക്കെ വന്നത് ഇൻബോക്സിലുള്ള എല്ലാം ഞാൻ തുറന്ന് അതിനുള്ള റിപ്ലൈ ഒക്കെ കൊടുക്കും ഈ സമയം. അതിനുശേഷം അഥവാ എന്തെങ്കിലും ഇൻകമിങ് കോൾസ് ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആ കോൾസും അറ്റൻഡ് ചെയ്യും. പിന്നെ എന്തെങ്കിലും ഔട്ട് ഗോയിങ് ചെയ്യാനുണ്ടെങ്കിൽ അതും ചെയ്യാറുണ്ട്. സോ അതാണ് മിക്കപ്പോഴും എനിക്ക് ചെയ്യാനുള്ള ജോബ് എന്ന് പറയുന്നത്. അപ്പം ഏകദേശം നമുക്ക് കോൾ സെൻറ്ററിൻ്റെയും ഒരു എക്സ്പീരിയൻസ് കിട്ടും. കൂടാതെ തന്നെ നമുക്ക് ബാക്ക് എൻഡിലുള്ള മെയിലും അങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെയും എക്സ്പീരിയൻസ് കിട്ടും.
So are you using? Okay, sir. In that case, I will do one thing. When the concerned person is here in the office, like who takes care of urban teaching, I will just ask him to give you a call back, and he will give you the details of like what is the rate and how we are going to take this one. Yeah, sure. Sure. Your name, sir? Okay, and this is your contact number. We can call you back to this number, same number. Thank you so much for calling. ഞങ്ങൾ ഏകദേശം 1-1:30 ആകുമ്പോഴാണ് ലഞ്ച് കഴിക്കാറ്. അപ്പം ലഞ്ചിന് ഞാൻ അന്ന് കഴിച്ചത് അപ്പവും കടലക്കറിയാണ്. യൂഷ്വലി ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് തന്നെയാണ് ഞാൻ ലഞ്ചിന് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാറ്. അപ്പം ഞാനങ്ങനെ ലഞ്ച് കഴിച്ചിട്ട് വീണ്ടും എൻ്റെ ഓഫീസ് വർക്ക് തന്നെ തുടരുവാണ്. क्या इशू आ रहा है यहाँ पे? ठीक है, तो ये स्टैंड अलोन मशीन है या सर्वर मॉडल है? कितने हैं टोटली हाउ मेनी क्लासेस आ गए? 10 क्लासेस है, उसमें से 4 नहीं काम करते।
നമ്മുടെ ഓഫീസിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു തട്ടുകട പോലത്തെ ഒരു കടയിൽ നിന്നാണ് ഞങ്ങൾ സ്ഥിരം ചായ മേടിക്കാറ്. അപ്പം നമ്മൾ ചായ മേടിച്ചിട്ട് ഒന്നുകിൽ അവിടെ നിന്നിട്ട് കുടിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഓഫീസിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഒരുപാട് പേരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരുടെയും കൂടെ ചായ ഒരു ഫ്ലാസ്കിലാക്കി അങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാം ഓഫീസിൽ എല്ലാവരും വന്നിട്ടുണ്ട് ഏകദേശം. അപ്പം നമ്മൾ ചായ ഒരു 15 മിനിറ്റത്തെ ഒരു ടീ ബ്രേക്ക് എടുക്കാറുണ്ട്. അപ്പോൾ ചായ കുടിച്ചിട്ട് എന്തെങ്കിലും സ്നാക്സ് മേടിച്ച് കഴിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലാണ്ട് ചായ മാത്രമായിട്ട് കുടിച്ചിട്ട് വീണ്ടും അതേ റൊട്ടീൻ വർക്കാണ്. അപ്പം ഏകദേശം ഒരു 5:30 വരെ ഞാൻ എൻ്റെ ജോലിയെല്ലാം വൈൻഡപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് 5:30 ആകുമ്പോഴത്തേക്കിനും ഞാൻ ലോഗ് ഔട്ട് ചെയ്ത് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യാറ്. അപ്പം ഈ സമയങ്ങളൊക്കെ ഞാൻ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആ ദിവസത്തെ കാര്യങ്ങൾ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ എന്നാണ്. അത് കഴിഞ്ഞിട്ട് ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ലോഗ് ഔട്ട് ചെയ്തിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങി ഒരു 5-6 മിനിറ്റിൻ്റെ വാക്കുണ്ട്. അവിടുന്ന് ഓട്ടോ പിടിച്ച് പോകും. ഞാനിപ്പം ഓഫീസിൽ നിന്ന് ഇറങ്ങി ഓട്ടോ കിട്ടുന്നിടത്തേക്ക് നടക്കുകയാണ്. അപ്പം ഞാൻ ഷെയർഡ് ഓട്ടോയിലാണ് ഞാൻ പോവാറ്. ഞാൻ നേരെ ഇവിടുന്ന് ആദ്യം ഹസ്ബൻഡ് ഓഫീസിലേക്കാണ് പോവാറ്. അവിടുന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് വീട്ടിലേക്ക് പോകുന്നത്. ले लो, वाला दिक्कत नहीं है। मैं सोच रहा हूँ अगर आपको ഞാൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് നടന്നാലാണ് ഈ ഫുട് ഓവർ ബ്രിഡ്ജ് എത്തുന്നത്. അപ്പം ഞാൻ അതിൽ കയറി ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നിട്ടാണ് താഴേക്ക് ഇറങ്ങുന്നത്. മിക്കപ്പോഴും ഈ എസ്കലേറ്റേഴ്സ് ഇവിടുത്തെ വർക്ക് ചെയ്യാറില്ല. അപ്പം അവിടുന്ന് താഴെ ഇറങ്ങിയതിന് ശേഷം വീണ്ടും ഒരു 4-5 മിനിറ്റ് എനിക്ക് ഏട്ടൻ്റെ ഓഫീസിലേക്ക് നടക്കാനുണ്ടാവും. അപ്പം ആ സൺസെറ്റ് ഒന്ന് കാണിച്ചു തന്നെയാണ് നിങ്ങളെ, ആ സമയത്തെ സൺസെറ്റ് അവിടുത്തെ. അപ്പം ഞാൻ ഏകദേശം ഹസ്ബൻഡിൻ്റെ ഓഫീസ് എത്തിയിട്ടുണ്ട്.
ലെഫ്റ്റിൽ കാണുന്നതാണ് ഓഫീസ്. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് അവിടുത്തെ സെക്യൂരിറ്റിയുടെ ക്യാബിനിലാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നത് ഹസ്ബൻഡ് വരുന്നിടം വരെ. അപ്പോൾ ഏകദേശം ഒരു 1/2 hourൻ്റെ ടൈം ഉണ്ടാവും. അത്രയും നേരം ഞാൻ എന്തെങ്കിലും യൂട്യൂബ് കാണുമോ അല്ലെങ്കിൽ എൻ്റെ ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കുകയോ ചെയ്യാറുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഓഫീസിൻ്റെ ജേർണി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ലവ് യു ഓൾ. സേഫ് ആയിട്ടിരിക്കുക കേട്ടോ.